അവരുടെ അതായിരുന്നു. ഹലോ. ഇപ്പോഴത്തെ നൗകകൾക്കൊക്കെ റഡാറ് മതി. പണ്ട് വാസ്കോഡ ഗാമയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈറ്റേഴ്സ് ആണ് ഇപ്പോഴത്തെ നൗകകൾക്ക് റഡാർ മതി. പണ്ട് വാസ്കോഡയുടെ കാലത്ത് നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ. കോമ്പസ് ആണ്. അതെ കോമ്പസ് എവിടെയാണ്? പക്ഷെ അത് കോമ്പസ് എന്ന് പറഞ്ഞത് മാപ്പായി നോക്ക്. മാപ്പിൽ കോമ്പസിന്റെ ചിഹ്നം വല്ല ഉണ്ടോ? മാപ്പിൽ കോമ്പസിന്റെ ലോഗോ എവിടെ ഉണ്ടോ? ഇല്ല. കാണേണ്ടതാണ് കോമ്പസ്. ലൈറ്റ് ഹൗസ് ആയിരിക്കും ഇനി. ലൈറ്റ് ഹൗസ് പോയി നോക്കാം. ലൈറ്റ് ഹൗസ് പോയി നോക്കാം. ഒന്ന് പോയി ലൈറ്റ് ഹൗസ് പോയി നോക്കിക്കോ. ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞൂടാ. 2057 ആണോ 5 ആണോ ആ ഭാഗത്തേക്കും കൂടെ. ആണല്ലോടാ. ടൈം ഔട്ട് ആർക്കും കൊടുക്കുന്നുണ്ടല്ലോ. ടഫായി കേട്ടെ. ലൈറ്റ് ഹൗസ് അല്ലെങ്കിൽ ടഫാണ്. വാസ്കോഡ ഗാമയ്ക്ക് ലൈറ്റ് ഹൗസ് ആയിട്ട് എന്തുണ്ട്? കാലത്ത് നമ്മള് എന്തിനാണെന്ന് പണ്ടത്തെ കാലത്ത് പക്ഷെ ലൈറ്റ് ഹൗസ് വെച്ചിട്ടാണ്. അല്ല, ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. പണ്ടത്തെ കാലത്ത് റഡാറിന് പകരം ഓൾഡ് ടൈംസ് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് സെർച്ച് ചെയ്ത് നോക്ക്. തപ്പി ആരെങ്കിലും തപ്പിയെന്ന്. സ്റ്റീവ് ഫോണില്ലേ? റേഡിയോ പിന്നെ ഇത് സിഗ്നൽ ടവർ. അതൊന്നും മിലിറ്ററി ബേസ് ആണോ? കോമ്പസിന് എന്തൊരു ഒരു സാധനം ഉണ്ടെന്ന് തോന്നണ. റഡാർ ഒന്നാതെ ഇല്ല. പണ്ട് റഡാറായിരുന്നു. റഡാറാണ് അവിടെ. മിലിറ്ററി ബേസിൽ കോമ്പസിന് എന്തൊരു ഒരു സംഭവം എനിക്കിങ്ങനെ ഓർമ്മ. മിലിറ്ററി ബേസ് പോയി നോക്കിയാണോ? ഇവിടെ പോയിട്ട് പോയിട്ട് അവിടെ അല്ലെങ്കിൽ ചാർസാണ് വഴികാട്ടിയായിട്ട് യൂസ് ആക്കിയത്. ചാറ്റി പറയുന്നത് ചാർസാണ് വഴികാട്ടിയായിട്ട് യൂസ് ആക്കിയത് പണ്ടത്. അതാ ഇവിടെ ഉണ്ട്. ഹലോ. ഡിലേ ആണ്. നമ്മളെത്തി. ഫാസ്റ്റ് ആണ്. ഹലോ. നമ്മളെത്തി. അഗ്നിവീർ എന്തിനാണ്? ഓർമ്മണ്ടാ? നമ്മള് മറ്റേ ഗ്യാങ് ഫണ്ട് എന്നൊരു സ്ഥലമില്ലേ? മറ്റേ ഇത് മൈനിങ് ഏരിയ. അന്ന് ഓർമ്മയില്ല? നമ്മള് മറ്റേ ഇത്രയും സാധനങ്ങളൊക്കെ തന്നില്ലേ? ഞാന് ഗോൾഡ് മെൽറ്റ് ചെയ്യുന്ന സ്ഥലം. അതല്ലേ മെൽറ്റ് കിടക്കുന്ന സ്ഥലമല്ലേ? മെൽറ്റിങ് അഗ്നിവീർ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരനാട്ടാ. പക്ഷെ ആണോ? എടാ എനിക്ക് അതാണ് തോന്നുന്നില്ല. അഗ്നിവീർ എന്ന് പറയുമ്പോഴത്തേക്ക് മിലിറ്ററി ബേസ് ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അഗ്നിവീർ എന്ന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് മിലിറ്ററി, രണ്ട് ഫയർ വാരിയർ. അപ്പൊ മിലിറ്ററി ആണോ? ഫയർഫോഴ്സ് എവിടെയാണ് ഇവിടത്തെ? ഫയർഫോഴ്സ് ഇവിടെ നമ്മളെ അറിയാലോ. അറിയാം. ആദ്യം ഒന്ന് മിലിറ്ററി ബേസിൽ പോയി നോക്ക്. എന്നിട്ട് അവിടെ ഇല്ലെങ്കിൽ മറ്റേ മിലിറ്ററി ബേസ് റൈറ്റ് അല്ലേ? മിലിറ്ററി അല്ലടാ അഗ്നിവീർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കറക്റ്റ് ആണ്. പിന്നെ ഞാൻ വിചാരിച്ചെടുത്ത് പറയാം. മറ്റേ കുറെ സാധനങ്ങൾ ഒരു പേരിടൂല്ലേ? മറ്റേ റോക്കറ്റ് വഞ്ചി ഇതിനൊക്കെ ഒരു പേരുള്ളതല്ലേ? മറ്റേ അതുപോലത്തെ വല്ല സാധനമല്ലോ ആയിരിക്കും വിചാരിച്ചാൽ. കുറച്ച്
കൂടിയ ഇതായി പോയി. അഗ്നിവീർ എന്ന് പറഞ്ഞപ്പോ ചാറ്റി പറയണേ ഹെൽഫെയറുടെ ഗ്യാങ്. ഇവിടെ അത് തന്നെ. ആർക്കൊക്കെയാണ് ടൈം ഔട്ട് എടുത്ത് കൂടെ വെച്ചേക്കാ തകർത്ത് ടൈം ഔട്ട് എടുക്കുന്നത് ആണല്ലോടാ. ഇല്ല എനിക്കറിയാം എനിക്കറിയാം എനിക്കറിയാം. നോട്ട് മീ ബ്രോ, വെൽക്കം ടു സ്ട്രീം. ഗ്രാൻഡ് ആർപ്പി കളിക്കുമ്പോ കൊറേ ഓടിച്ചിട്ടുള്ള ബ്രോയ്. സരകണ്ണ TKRP ഒരു കൺസൈൻമെന്റ് ഓർമ്മയുണ്ട്. അണ്ണ മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ പേര് അല്ലല്ല. ആ പഴയ TKRP ഒരു കൺസൈൻമെന്റ് ഓർമ്മയുണ്ട്. അണ്ണ മറ്റേ ഫൈനമിട്ട് എയിം മുമ്പിൽ പോയത്. ഓ നമ്മള് മറ്റേ ആ ഫൈറ്റ്. അതാണ് ഫയർ ഹൗസ്. അവിടെ കിടന്ന ഫൈറ്റ് ഓർമ്മയില്ല അണ്ണ. അല്ല അതിന്റെ അകത്താ. അതിനകത്തല്ലേ മറ്റേ അവന്മാർ അന്ന് ട്രക്ക് കൊണ്ടുപോയിട്ട് ആ ഏരിയയാണ് നോർമലി ഈ മറ്റേ ഓർമ്മ ചന്ദ്രൻ എന്ന് കുറെ എത്ര ദിവസം എല്ലാം കളിച്ചിട്ട്. ഹലോ നമ്മളിപ്പം അഗ്നിവീറിലേക്ക് പോയാണ്. അഗ്നിവീർ ബ്രോ എവിടെ ആയിരുന്നു നിങ്ങൾ? അല്ലെ നമ്മളെ ഗോളൊന്നും ആരും അടിച്ചില്ലേ? ഞാൻ മറന്ന് എല്ലാ ഗോളാ റൈബ്രോ. താങ്ക് യു ഫോർ 25 AD. സാബിത് ബ്രോ താങ്ക് യു ഫോർ 17.99 AD. എണ്ണ ഹായ് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്. വന്നപ്പോ എല്ലാരും ഒരുമിച്ച് അത് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഗോൾ ഡിപ്പാർട്ട്മെന്റ് ആളില്ലല്ലോടാ. ഹോൾഡ് ചെയ്ത് അങ്ങോട്ട് പോവാം. അപ്പൊ ചിലപ്പോ അതിന്റെ ബാക്കിലേക്ക് തപ്പടാ, ബാക്കിലോട്ട് കയറുക, അത് കയറാൻ പറ്റും. ഇവിടെ ഇങ്ങനെ നിക്കില്ലടാ, അവര് ഫ്രണ്ടിൽ തന്നെ നിക്കണം. മിലിറ്ററി ബേസ് തന്നെ തോന്നുന്നു. നീ ഒന്നോടി നോക്കാം. അവിടെ നിർത്തുപോയി. അപ്പൊ ചിലപ്പോ അവൻ ഡിലേ ആക്കി. ഇതാണ് ഫയർ വാരിയർ, ഫയർ ഡിപ്പാർട്ട്മെന്റ്, ഫയർ സ്റ്റേഷൻ. ഇതല്ല മിലിറ്ററി ബേസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വാലന്റെ കറവ പറ്റിയ പശു. നീയല്ലേ പറഞ്ഞു നീ ഗ്രാൻഡ് ആപ്പി കുറെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. വഴി അറിയാം. ആ വഴി അറിയാം. അതിന്റെ ഇവിടെ വഴി അറിയാന്നല്ലേ പറഞ്ഞുള്ളൂ. ഹബീബ് ബ്രോ താങ്ക് യു ഫോർ 101 rupees GPay. താങ്ക് യു സോ മച്ച് ബ്രോ. You guys for a super chat. എന്നുള്ളിൽ ഉറങ്ങുന്ന ശക്തി കൂടി വാ. മിലിറ്ററി ബേസിലേക്ക് വാ. മിലിറ്ററി നീ ഇതൊക്കെ കൊണ്ടാണ് അപ്പുറത്തെ മുതുക്കോഴിങ്ങു നേരെ ഒച്ചപിടിച്ച് പോയത്. വളവൊക്കെ പിടിച്ചു പോകും. പക്ഷേ കുറച്ചുകൂടി ആപ്റ്റേറ്റ് ഉള്ളത് ഇത് തന്നെയായിരുന്നല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക്. അതാണ് ഫയറിന്റെ ഇത് ഫയർ സ്റ്റേഷനായിരുന്നു കുറച്ച് ഇത്. മുറ്റ പറഞ്ഞാൽ പിന്നെ ഇതാന്ന് പോകും. അവിടെ ഇതിനകത്ത് മോഡ്സും മെമ്പേഴ്സും മാത്രമല്ലേ ഉള്ളു. ആകെ മെമ്പേഴ്സ് ഉള്ളി ചാറ്റാണോ ഇട്ടിരിക്കുന്നത്? കഴിച്ചില്ലേ? എന്തിനാണ് ഞെക്കാൻ പറ്റണല്ലോ? ഇല്ല ഇപ്പൊ ഞെക്കണ്ട. നീ അവിടെ എത്തിയിട്ട് നിന്നെ ഉറക്കുന്നതല്ല. ഞെക്കാനേ പറ്റണല്ലോ. കുഴപ്പമില്ല. ഇതിനകത്ത് പോകത്തില്ല, വണ്ടി തന്നെ പോകത്തില്ല. അതെ ഞെക്കാൻ പറ്റണല്ലോ. പോളിയമസ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല. ഇല്ലണ്ണ റീസ്പോൺ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ റിവൈവ് ആയാ ഫ്രണ്ടർ ആണേലും ഇടയ്ക്കൊക്കെ എനിക്ക് സെൽഫ് ഗോളും അടിക്കാം. പേടിയം നോക്കണേ. താങ്ക് യു സോ മച്ച് ഫോർ the $5. സെൽഫി ബ്രോ മന്തിയെ കഴിച്ചു പേടിയം നോക്കാൻ പറ്റുന്നു. തട്ടോടെ അടിച്ചു പറ്റിയ അൽഫാ മന്തിയാണ് സ്നൈപ്പ്. ഓർമ്മയുണ്ടോ? അപ്പുറത്തെ സൈഡ് ആയിരിക്കും അല്ലേ? താങ്ക് യു ഫോർ the 111 rupees. ഫോൺപേ താങ്ക് യു സോ മച്ച്. പേടിയം താങ്ക് യു സോ മച്ച്. സെൽഫി ബ്രോ അത്രേ ഉള്ളു.
ഷമീർ സമീർ ബ്രോ എന്ന ഓർമ്മ റുപ്പീസ്. താങ്ക് യു സോ മച്ച് ഷമീർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 50 റുപ്പീസ്. ഇപ്പേ ആ മെയിനായിരിക്കും. അവിടെ ഹെലിയ സൗണ്ട് ഇതല്ലേ മെയിൻ എൻട്രൻസ്. ഹെലിയ സൗണ്ട് കേറാ. ലെഫ്റ്റ് സൈഡ് റഡാർ ഇതുണ്ടോ? ആ മേളിൽ കണ്ട ലെഫ്റ്റ് റഡാറിന്റെ അവിടെ. അങ്ങോട്ട് പോകും, അകത്തോട്ട് കയറാ. അല്ല ഹെലി അത് ബോട്ടല്ലേ? അല്ലേ അടിയിട്ടോ അടിയിട്ടോ നിർത്താതെ ഇട്ടാ മതി. അല്ല അടി കിട്ടുമെങ്കിൽ അവ ഓൾറെഡി മരിച്ചു കാണുമല്ലോ. ഉള്ളിലുണ്ട്. വലിയ മോനായിരുന്നു അയാളത്. നീയാണായില്ലേ? അല്ല ഞാൻ വെറുതെ പറഞ്ഞാ അങ്ങനെ എടുത്ത് ഇവിടെ അല്ലേ. എടാ ഇതും അല്ല. അപ്പൊ ഇനിയിപ്പൊ അഗ്നിവീർ എന്ന് പറയുന്നത് അഗ്നിവീർ എന്ന് പറഞ്ഞ എന്തേലും അല്ല ഒരു ഫയർ സ്റ്റേഷൻ കൂടെ ഉണ്ടെണ്ണ. അതേത് അത് മറ്റേ ഡേവിസിനകത്ത് ഓർമ്മയുണ്ട? നമ്മൾ അതിനകത്ത് ഒരു ഫൈറ്റ് എടുത്തു. അവിടെ അഗ്നിവീർ എന്തായാലും തപ്പട്ട് കേസ് ഇവിടെ അല്ലേ? ഇവിടെ പോയി ഇല്ലല്ലോടാ ഇപ്പൊ. ഹലോ മുട്ടുവിൻ തുറക്കപ്പെടും. അല്ല നമ്മള് കണ്ടെത്തും. അപ്പൊ അവിടെ ആയിരുന്നു. അല്ല അപ്പൊ നമ്മള് വന്ന കറക്റ്റായിരുന്നോ? മിലിറ്ററി ബേസ് ആയിരുന്നോ? അതെ തേടുവിൻ കണ്ടെത്തും അവിടെ. ഓ അവിടെ തന്നെ മുട്ടുവിൻ തുറക്കപ്പെടും അല്ലേ? അതെ എടാ അവിടെ തന്നെ ബേസ് തന്നെ, മിലിറ്ററി ബേസ് തന്നെ. മുട്ടുവിൻ തുറക്കപ്പെടും, തേടവിൻ കണ്ടെത്തും, അങ്ങനെയാണ് പറഞ്ഞത്. അവിടെ ഉണ്ട് കൊറേ ബോട്ടിലുണ്ട്. റെഡ് കാറിൽ വല്യമോനെ അവിടെ. എടാ വല്യമോനെ എവിടാ? മിലിറ്ററി ബേസോ? മിലിറ്ററി ബേസിലുണ്ട് ഞാൻ. ആ അവിടെ അല്ല അവിടെ ഇപ്പൊ അതാക്കി. ഹലോ പഴയ കമ്മട്ടി പാടം ഗാങ്ങോസേക്കോടാ. ആ റോഡ് സൈഡിൽ ആ പറഞ്ഞു. കമ്മട്ടി പാടാ. അടുത്ത ക്ലൂ സിറ്റിയിലെ ഏറ്റവും വലിയ ചക്രം. സിറ്റിയിലെ ഏറ്റവും വലിയ ചക്രം. ഓക്കെ എനിക്ക് മെസ്സേജ് നോക്കണേ എന്നാ. അവന്മാർക്ക് എത്താൻ പറ്റില്ല കേട്ടാ. ഞാൻ നൈസ് വണ്ടി ഇറങ്ങി അവനെ ഫോളോ ചെയ്യട്ടാ. ആളിപ്പോ പോവോ കേറില്? സൂര്യൻ അസ്തമിച്ച് വീട്ടിൽ ബാക്കില് പോണോ? തീ കത്തിച്ച് തീ കണ്ടോടാ. സ്പീഡില്ലല്ലോ അത്രയും ഉണ്ടായിട്ട്. അത് അപ്പല്ല നമ്മള് ട്രക്കിലായോണ്ട് കുറച്ച് ബ്രോ. എടാ നമ്മളെ ഗോള് തീർന്നില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് ഒരു പവർ ഇല്ലാത്തത്? ബൈ നോ പവർ. നിന്റെ ഹെലികോപ്റ്റർ ഉണ്ടാ? ഹെലികോപ്റ്റർ ഇത് പറക്കും ചിറകുണ്ട് ഇതിന്. സൂപ്പർ വണ്ടിയിൽ ഇന്ധനം കഴിഞ്ഞു തോന്നുന്നു. സ്പീഡ്. Ralkrishan bro, thank you for the 200 rupees GPay. Thank you so much Ralkrishan bro. Thank you so much. റേഡിയോയില് സാവേജ് ഒക്കെ വന്നല്ലേ? ഇതെന്താ ആള് കൂടിയല്ലേ? സാവേജാടാ എന്നാ പരിപാടി? കണ്ണനും കൊറേ വെടിയേക്കുന്നമാര്. ഒരു കൂട്ടം വെടികളും എല്ലാ സ്ഥലത്തും പൊക്കോണ്ടിരിക്കുന്ന എടുത്താലോ? നമ്മളോട് ആര് വരാനോട് ആരും സത്യം കേട്ടോ. കൊടുക്കല്ലേ നമ്മൾ 5 പേര്. അതത്രേ ഉള്ളു പൈസ. കാരണം ഇവര് അറിയുന്നില്ലല്ലോ പൈസ ഉണ്ടെന്ന് ഇവര് അറിഞ്ഞിട്ടില്ലല്ലോ. പിൻ പ്ലീസ് ആണോടാ പിൻ അറിഞ്ഞിട്ടാണോ ഇനി വലിയവര് വന്നത്? അതെ ഡൗട്ട് ഉണ്ട്. അവന്റെ ആശയത്തിൽ കൂടുതൽ പൈസ അതായത് മാമ അത്തോട്ട് ജയന്റ് വി ഇവിടെ ആരെയും കാണുന്നില്ലല്ലോടാ. ഇത് ബോട്ടടേ. നിങ്ങൾ അടുത്ത ലെവൽ 4 എത്തിയിരിക്കുകയാണ്.
ആ. വാസുവിന്റെ അപമാനവും മാൽബു മാൻഷനും എന്തോന്ന് ആൾക്കാരൊക്കെ മനസ്സിലാവൂല്ലേ? എന്തിനാണ് ഒന്നുകൂടി പറ. എന്തിനാ വാസുവിന്റെ അപമാനവും മാൽബു മാൻഷനും. ആ. വാസുവിന്റെ അപമാനവും എന്തിനാ ആൾക്കാർക്ക് മനസ്സിലാവുള്ളന്ന്? ഓജീസിന് എടാ വാസുവിന്റെ അപമാനവും മാൽബു മാൻസിന്. എടാ എന്റെ ഒരു അപമാനം എന്ന് പറഞ്ഞു മാലിബു മാൻഷൻ അതൊരു വ്യൂ ഉള്ള മാൻഷൻ മനസ്സിലായി, അത് കേപ്പറിക്കുമായിരിക്കും. അത് മനസ്സിലായി. പക്ഷെ ഈ അപമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇല്ല സിറ്റുവേഷൻ ആണ്. മറ്റേ നമ്മളെ മറ്റേ SRR ഗ്യാങ്സ് ചെന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടത്. അതിന് മലിബു മാക്ഷൻ ആണ് പറയണല്ലേ. വാസുവിന്റെ എന്തോ SRR പഴയ ഗ്യാങ്സ് ഇല്ലേടാ? SRR ഗ്യാങ്സ് അറിഞ്ഞൂടെ? ആ മാലിബു മാൻഷൻ എന്ന് പറയണത് ഇതല്ലേ? എടാ നമ്മളെ ഗ്യാങ് ഹൗസ് അല്ലേ മലിബു മാൻഷൻ അല്ലേ? ആണടാ നമ്മളെ ഗ്യാങ് ഹൗസ് ആണ് മലിബു മാൻഷൻ അല്ലേ? ഞാൻ പറയാം, ഞാൻ പുള്ളി പറഞ്ഞ കേട്ടോ. SRR ഗ്യാങ് ഹൗസിലാണ് ഈ മറ്റേ അപമാന സീൻ ഉണ്ടായത്, മനസ്സിലായില്ലേ? പിന്നെ മാലിബു മാൻസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഗ്യാങ് ഹൗസ്. അപ്പൊ നമ്മളെ ഗ്യാങ് ഹൗസ് നമ്മളെ ഗ്യാങ് ഹൗസ് ഇല്ലല്ലോ. നമ്മളെ ഗ്യാങ് ഹൗസിന്റെ ലൊക്കേഷനിൽ പോയാൽ റാപ്പട്ട ഇവിടെ പോണ്ടേ? ഒരു ഗോൾ ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. ഷേക്കെ താങ്ക് യു ഫോർ 100 rupees super chat. എടാ നമ്മള് ചിലപ്പോ TV ഗ്യാങ് ഹൗസിലോട്ട് പോകേണ്ടി വരും. ഹലോ അടുത്ത ക്ലൂ വേണ്ടേ? ബാബു സേട്ടനെ ഇപ്പൊ സിറ്റിയിലൊന്നും കാണാറില്ല, എവിടാണോ എന്തോ. കോഴി ഫാം ഓസിയാണല്ലോടാ അത്. കോഴി ഫാം ഉണ്ട്. ചിക്കൻ കൂപ്പ് അല്ലെങ്കിൽ ഫാം ആയിട്ട് പഴയ ചിക്കൻ കൂപ്പ് ആയിക്കോടാ. ചിക്കൻ കൂപ്പല്ലേ കറക്റ്റ് അവിടെ എല്ലാം ഉണ്ടല്ലോ. ഇന്നലെ ബാബുശേട്ട് എയർഫീൽഡ് വരെ കോഴീനെ പിടിക്കണ സ്ഥലമില്ലടാ. എന്നാ അവിടെ പോ, അവിടെ പോയിട്ട് അതുവഴിയല്ലേ. ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ പഴയ DH മനസ്സിലായി. കോഴി ഫാമിലല്ലേ, കോഴി അതല്ലേ? അല്ല ഫാമും ഉണ്ട്, ഫാം രണ്ടും കൂടി ചേർത്ത് കോഴി വെട്ടും ഫാം ഒരുമിച്ചാണ്. രണ്ടുണ്ടല്ലോ, ഫാമും ഉണ്ട്, എട്ടുണ്ട്. എടാ ചാറ്റ് ആണെങ്കിൽ മാറ്റിക്കോ, മെമ്പർസ് മാറ്റി അത് വേണ്ട, അല്ലേ വേണ്ട, മെമ്പർസ് ഇറക്കട്ടെ. അല്ലടാ, അത് ആ സിറ്റുവേഷൻ ഉണ്ടായതിന്റെ റീസൺ ആണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? എന്താണ് ആടാ അന്നത്തെ സിറ്റുവേഷൻ, ഈ ഗ്യാങ് ഹൗസ് നമ്മൾ എടുക്കുന്നതിന്റെ റീസൺ ആയെന്നുള്ളതാണ് പറഞ്ഞത്. എന്താ ഒരു റീസൺ പറഞ്ഞത് ഞാൻ കേട്ടില്ല. വാസുവിന്റെ അപമാനവും മാലിബു മെൻഷൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ അപമാനിച്ചത് അവിടെ വെച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി കിട്ടി. ഇൻട്രസ്റ്റിംഗ് ആയി സത്യമായിട്ടാ. അണ്ണാ ഫുഡ് വാങ്ങിച്ചു തരണം. ഒന്നുമില്ല, ഒരു 5 മിനിറ്റ് കൂടെ ഫുഡ് സാൻഡ്രന്റെ വീടല്ലേ? നിനക്കിപ്പോ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മാമനുണ്ട്. മാമൻ ഇവിടെ എന്തായിരുന്നു, പുട്ട് കച്ചവടം മാത്രമേ ഉള്ളൂ പുള്ളിക്ക്. ഒരു കാലം പുട്ട് കിട്ടും, നീ അത് മേടിക്കും, അത് കടല്. അവിടെ ഞാൻ സാൻഡ്ര കൊണ്ട് കൊടുത്താൽ പോലും അങ്ങനെ തരത്തില്ല, പൈസ വേണം. അടിയാ നിനക്ക് 10-21 ഇത് എന്താ പറയാ, ചെറുപേരല്ല അത്ര പോയിട്ടില്ല പുട്ട്. ബാങ്ക് ബാലൻസ് ഉണ്ടോ? സെറ്റാണ്, എല്ലാം സെറ്റാണ്, ഒരു പ്രശ്നമില്ല. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കോഴിയില്ല, പന്നി കിടന്ന് ഓടുന്നു. പന്നിയല്ല ഇവിടെ, പന്നിയല്ല, അവരും പന്നിയുണ്ടെന്നൊരു ബന്ധം. അവനെ പന്നിന്ന് വിളിക്കണം എല്ലാരും. എന്തൊക്കെയാടാ ഇപ്പൊ എന്താ പറയുക, തല നോക്കണം.
കഴിഞ്ഞ എണ്ണയില്ലായിരുന്നു പിന്നെ സാറേ, മുഖ്യമന്ത്രിയുടെ സാറേ, കൂടുതൽ വന്നത്. എടാ, അതല്ല അതിന്റെ സിറ്റുവേഷൻ ഉണ്ടായ അവിടെ വെച്ചാണ് ഞാൻ അവിടെ പറഞ്ഞത്. കഴിഞ്ഞ ക്ലൂ എണ്ണയില്ലായിരുന്നേ പെട്ടേനെ. നിനക്കപ്പം അതെന്തായാലും തല നിങ്ങൾക്ക് പറഞ്ഞൂടെ സാറ് ക്ലാസ്സിൽ തലോ കുമ്പളി ചകിന്റെ ബ്ലൂ ചന്തിയിലും അപ്പഴൊന്നില്ലായിരുന്നല്ലോ. നല്ലവനാവല്ലേ ഒരുപാട് പിന്നെ അത്രക്ക് അറിഞ്ഞൂടാ. അണ്ണ ഇത് ലെവൽ എത്രയെന്ന് ചോദിക്കണ്ണ ഇതിലല്ല ഇത് ലെവൽ 4 ആയി ഇനിയിപ്പോ 5 hour ആയി. 5 hour ആയില്ലേ അത്രയുള്ളൂ ലെവൽ 1 വലക്കണ്ണാ. കിടന്ന് ഓടിയത്. ആ ചാറ്റ് ചെയ്ത് സുൽഫി ബ്രോ എനിക്ക് ഫുഡ് കഴിക്കാൻ പൈസ വെച്ചിട്ടു. ആ അപ്പൊ പോയി കഴിച്ചോ. താങ്ക് യു സുൽഫി ബ്രോ. ഹലോ സോ ഫാസ്റ്റ്. ഫാസ്റ്റ് നമ്മള് ജസ്റ്റ് ഒരു ഡൗട്ട് അടിച്ച് അപ്പൊ ഫാമിലി ആണോന്ന് അപ്പുറത്താ ഇല്ലായിരുന്നു അതിന് മുമ്പത്തേനെ. പറഞ്ഞോ. ലോകം മൊത്തം യുവദാസന്മാരാണേ. 30 വെള്ളിക്കാശ് കിട്ടിയില്ലെങ്കിൽ ഒറ്റക്കൊടുക്കും അല്ലേ സ്നൈപ്പേ? ഇതാണ് ലോകം മൊത്തം യൂദാസന്മാരാണ്. 30 വെള്ളിക്കാശ് കിട്ടിയില്ലെങ്കിൽ ഒറ്റ കൊടുക്കും. അല്ല സ്നേഹിപ്പേ, അല്ലേ ഈ ഇടയ്ക്ക് നീ ഏതോ പെണ്ണുകൊണ്ട് ഇറ്റാച്ച് ആരോ ബാലിന് എന്ത് വെച്ചില്ലായിരുന്നോ പീടിയെ പോയിട്ട്? എന്ത് അങ്ങനത്തെ സീൻ ഉണ്ടായല്ലോ. എന്താടേ അത് സ്നേഹിപ്പ് നിനക്കിട്ടാണ് കേട്ടാ. നീ വേണം പറയാൻ. ലോകമൊത്ത യൂദാസല്ലേ? ലോകമൊത്ത യൂദാസന്മാരല്ലേ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റ കൊടുക്കൂലേ? അല്ലേ സ്നേഹിപ്പേ? സ്നൈപ്പേ അണ്ണ ഞാൻ ഈ ഇടക്ക് പീടി പോയിട്ട് ഒറ്റ കൊടുത്തില്ലായിരുന്ന മറ്റേ ആരാ? അത് ഞാൻ അതിലിപ്പോ ചോദിച്ചത്, നീ പീടിയെ പോയിട്ട് മീരയ്ക്ക് ആർക്ക് വേണ്ടി ആരും ഒറ്റിയില്ലായിരുന്നു? സാൻഡ്രയല്ലേ നീ ഒറ്റിയത്? ആരെയാ? സാൻഡ്രേന ബെല്ലാരി ഗ്യാങ്ങോസ് ആണോ? ബെല്ലാരി ഗ്യാങ്ങോസ് ആണോ? ഒന്നെങ്കിൽ പീടി അല്ലെങ്കിൽ അവിടെ ഒറ്റ കൊടുത്താ പീടിയിൽ പോയിട്ടല്ലേ? ഞാൻ ആലോചിക്കട്ടെ. 30 വെറ്റി ഞാൻ പറഞ്ഞരാ 30 യൂദാസ് അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത്? 30 വെള്ളിക്കാശ്. വെള്ളിക്കാശിന് നീ പൈസക്കാണ് പറ്റേ? എത്ര രൂപയ്ക്ക് കൊടുത്തത്? 30 കോടിക്കാ? അല്ല 30 ലക്ഷത്തിന്. 30 ലക്ഷത്തിനൊന്നും ഞാൻ ഓൺ ചെയ്തിട്ടില്ല ഇതുവരെ. അത് നോക്കണ്ട, അതൊരു മാസത്തിന് വേണ്ടി പോലും പറഞ്ഞ മനസ്സിലായി. എടാ YDS ഗ്യാങ് ഹൗസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സീൻ ഉണ്ടായിരുന്നു സ്നേഹിപ്പേ? എന്ത് ഐഡിയസ് ആയിട്ട് എന്തൊരു ബന്ധം? യോദാസാണ് അത്, യൂദാസ് അല്ല. അല്ല അണ്ണ ചാറ്റി പറഞ്ഞാണ്. അത് യൂദാസ് എന്ന് പറഞ്ഞിട്ടപ്പോ യോദാസ് എന്ന് വിചാരിച്ച് പറഞ്ഞിടത്. ശരിയാണല്ലേ? ആണല്ലോ സ്നൈപ്പേ, നീ എന്തെങ്കിലും ചെയ്താലേ കിട്ടത്തുള്ളൂ. 30 നീ അത് നോക്കണ്ട, നീ അത് ആ കൗണ്ടിന്റെ കാര്യം പറഞ്ഞേ. എടാ ലോകം മൊത്തം യൂദാസന്മാരാണല്ലോ. 30 വെള്ളിക്കാശ് വേണ്ടി ഒറ്റ കൊടുത്തില്ലേ അല്ലേ സ്നേഹിപ്പെന്ന്? സാക്കാണോ നീ? അല്ലേ സ്നൈപ്പേ? എടാ അവനെ പേര് കിട്ടിയിട്ട് എന്തൊരു കാര്യം? R34 ഗ്യാങ് ഹൗസ് പൊതുവായിട്ടാണ്. അവിടെ നീ എന്ത് ചെയ്തു? ആ എനിക്ക് കത്തി, എനിക്ക് കത്തി, എനിക്ക് കത്തി, അതെന്തൊരു എനിക്ക് കത്തി. വേറെ എന്തിന്? സ്നൈപ്പ് ചതിച്ചതാ. അല്ല ഗാങ്സിലേക്ക് പോകും, നമുക്ക് എല്ലാവരും കത്തും കുറച്ച് കഴിയുമ്പോ. ഇപ്പൊ കത്തണ്ട എന്തായാലും. അത് എനിക്കിങ്ങനെ കത്തുന്നില്ല, എനിക്കൊന്നും കത്തുന്നില്ല. അതൊക്കെ കത്തും അണ്ണ. അങ്ങോട്ട് പോ. എനിക്കൊന്നും മനസ്സിലാവണില്ല. നിനക്ക് അറിയാം പോ. സ്നൈപ്പിനെ പിന്നെ കത്തോന്നെങ്കിൽ എനിക്കും അറിയണില്ല. പെട്ടെന്ന് പിന്നെ R34 ഗ്യാങ് ഹൗസ് എന്ന് പറയേണ്ട ആവശ്യം എന്തിനാ? ഇല്ല അള്ള സ്നൈപ്പേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ആരെ കൊറ്റിയിട്ടുണ്ട്? മാസം കൊറ്റിയിട്ടുണ്ട്. ഓ അതോട്ടാടാ നീ R34 ഇട്ടിട്ടുണ്ടാ? അങ്ങനല്ല. 30 ഗ്യാങ്ങിന് ഒറ്റിയിട്ടുണ്ട്. അതാണ് വാട്സാപ്പ് അല്ലല്ലല്ല അതൊന്നും അല്ലടാ, പോടാ ഇറങ്ങി. അതൊന്നുമല്ലേ. ഇതൊക്കെയാണാ പറയുന്നത് നീയൊക്കെ? ഒന്നും ബന്ധമില്ലാതെയൊക്കെ പറയുന്നത്. ഇവല്ലാണ്ട ഇവ അതിനപ്പുറം ഉപദ്രവം കാണിച്ചിട്ടുണ്ടായി, പറയാൻ പറ്റില്ല. സ്നൈപ്പ് ഒറ്റിയ ആൾക്കാരൊക്കെ ആരാടാ? ലിസ്റ്റ് ചോദിക്കണ്ട വരുടാ. 30 ലക്ഷത്തിന് വേണ്ടി ഞാൻ ആരെയാണ് ഒറ്റിയത്? 30 വെള്ളിക്കാശ് നിന്നെ ആരെങ്കിലും ഒറ്റിയോ? 30 വെള്ളിക്കാശ് 30 ലക്ഷത്തിന് 30 കോടിക്കാൻ വേണ്ടി? എടാ നീ അവസാനം 30 കോടി 30 വെള്ളിക്കാശ് എന്നുള്ളത് പണ്ടത്തെ ഉള്ള എത്ര വെള്ളിക്കാശിന്റെ ആരോ ഈ ഇപ്പൊ നമ്മള് പോകുന്ന വണ്ടി, നമ്മളിപ്പൊ പോകുന്ന ഈ വണ്ടി വരെ ഒരാളെ പറ്റിച്ച് വാങ്ങിച്ചു, അറിയോ? നീ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഏതൊരു വണ്ടി വെടിവെച്ചിന്നെ കൊല്ലോ അവന്റെ ഇരി ഇടിച്ച അവൻ തീർന്ന്. അണ്ണാ ഞാൻ ചത്ത കഴിഞ്ഞ ഒരു റെഡ് വണ്ടി. നമ്മളാണോ റെഡ് വണ്ടി? നമ്മളെ നിങ്ങളല്ല
സ്നൈപ്പ് പറയടാ. മറത്തണ്ടിയൂർ ഗ്യാങ്സിന്റെ പറഞ്ഞു അങ്ങോട്ടോ. സരക്കണ്ണ നമ്മളിരിക്കുന്ന ഈ ചുവന്ന വണ്ടി വരെ ഇവിടെ തന്നെ ലിസ്റ്റ് അവന് ഹലോ? എനിക്കറിഞ്ഞൂടെ? എന്താണ് ടിപ്പല്ലോ വേണോ? ബാക്കിലാണ്. ഇല്ല, ക്ലൂ ഒന്നുകൂടി പറഞ്ഞുതരോ? കറക്റ്റ് ഒന്നുകൂടി. ലോകം മൊത്തം യുവദാസന്മാരാണ്. സ്പീക്കർ കിട്ടോ? ഇടാ, ഞാൻ കോള് സ്പീക്കർ ഇടാമേ. ക്ലൂ ഒന്നുകൂടി കേട്ടോ. പറഞ്ഞു. ലോകം മൊത്തം യുവദാസന്മാരാണ്. 30 വെള്ളിക്കാശ് കിട്ടിയില്ലെങ്കിലും ഒറ്റിക്കൊടുക്കും. അല്ലേടാ സ്നൈപ്പേ? സ്നൈപ്പ് എന്തെങ്കിലുണ്ട്. നീ എന്തോ പൈസ കൊടുക്കാത്തോണ്ട് നീ 30 വെള്ളിക്കാശ് കിട്ടിയില്ലെങ്കിലും ഒറ്റിക്കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നിനക്ക് പൈസ കിട്ടാത്തതിന്റെ പേരിൽ നീ ഒറ്റിക്കൊടുത്ത്. പൈസ കുഴപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നിട്ട് നീ ഒറ്റിക്കൊടുത്തു. അതാരെയാണ്? നീ പറ്റിച്ചിടമല്ലേ ലിസ്റ്റ് എല്ലാം പറ. അത് ഇന്നലെ കൂട്ടിയിട്ട് കൊറേ പേരായി. 30 ലക്ഷം 30 കോടി 30 എന്തേലും 30 എണ്ണം. അല്ല, അതൊന്നും ബന്ധമില്ല. 30 ബന്ധമില്ല. അത് മറ്റേ പഴയ ഏതോ കഥയില് പറഞ്ഞില്ലേ? ഒറ്റിയ സ്ഥലം എവിടെയാന്ന് ഒറ്റിയത് ആരെയാണ്? അതിന് എന്തെങ്കിലും സ്ഥലം അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പറ. ഇൻസിഡന്റ് ആലോചിക്കും. നീ ആരെയാലും ഈ ഇടയ്ക്ക് ഒരു പൈസ ചോദിച്ചിട്ട് കിട്ടാതെ ഒറ്റിയതാരാ? സാൻഡ്രനെയാണോ ഒറ്റിയത്? അപ്പൊ അവരെ പിള്ളേര് ഗ്യാങ്സ് വെക്കുമ്പോ പെട്ടെന്ന് പറയാൻ ശ്രദ്ധിച്ചില്ല. ഐഡിയ കിട്ടിയണ്ണ. ഞാൻ ഇപ്പേറ്റ് വിട്ടടിക്കാം. സ്നൈപ്പിന് ബാക്ക് ക്യാബ് ഒന്നും നല്ലത്. എന്നിട്ട് വേറെ ക്ലൂ വരാറുണ്ട്. അല്ല, ഒരുപാട് ഞാൻ ഒന്ന് പൈസക്കാരനാവട്ടെ. ഇപ്പൊ ഇങ്ങോട്ടാ പോണേ? പക്ഷെ അത് എനിക്കൊരു അത് മനസ്സിലായില്ല. അതെന്താ 30 വെള്ളിക്കാശ് കണക്കില്ലാത്ത ഉമ്മത്തിനാണ് നീ കാണിച്ചേക്കുന്നത്. ക്ഷമയില്ല നിനക്ക്. ഞാൻ സാൻഡ്രേനെ എന്തിനാണ് ഇന്നലെ ഞാൻ 6-7 പേരെ പറ്റിച്ചടാ. സാൻഡ്രേനെ എന്തിനാണ് എടാ, പറ്റിച്ചത്? ഇന്നും കൂടെ നീ എന്റെ മുമ്പിൽ നിർത്തുന്ന പരിചയമുള്ളൂ. എന്റെ ചേച്ചി മുമ്പിൽ നിന്ന് അതിന്റെ ഇടയിൽ നിങ്ങളെ പറ്റിച്ചില്ലടാ. ആ 2.5 കോടി എനിക്ക് കിട്ടിയായിരുന്നു. എടാ ഇറ്റാച്ചി പറഞ്ഞോട്ടോ ഈ മൈരൻ. ഇറ്റാച്ചി ഈ മൈരൻ പറഞ്ഞോട്ടോ നമ്മളെ പറ്റിച്ചെന്ന്. അവന് പൈസ കിട്ടിയെന്ന്. ഇതാണ് R34. അല്ല, ബെല്ലാരി ഗ്യാങ്സ് അല്ലേ പോകാൻ പറഞ്ഞു. ഇപ്പൊ R34 ഇതുവഴിയാണ് പോണ. ആ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ സ്നൈപ്പ് പറഞ്ഞിട്ട് 30 കൊടുത്തില്ല. ഇപ്പൊ ഇത്ര മറവി പാടില്ല കേട്ടാ നിനക്ക്. അണ്ണ എനിക്ക് എല്ലാരെയും പറ്റിക്കണം. ഇതൊരു നശിച്ച ഗ്യാങ്സിന്റെ സ്ഥലമല്ലേ? ആ വലതുവശത്തുള്ള നശിച്ച ഗ്യാങ്സ് ആയിരുന്നു. താങ്ക് യു എംപയർ ബ്രോ. താങ്ക് യു. നാളെ മുട്ടടിക്കാം. ആദ്യം ഞാൻ പറ്റിച്ചിരിക്കണത് അന്നത്തെ PD സിറ്റുവേഷനിലും പിന്നെ സാൻഡ്ര തന്നെയാണ്. വേറെ ആരും ഞാൻ ഒറ്റി കൊടുത്തിട്ടില്ല. പറ്റിച്ചിട്ടുണ്ട്. സാൻഡ്രയാണ്. ഇവിടെ നീ ബെല്ലാരി ഗ്യാങ്സ് എന്നിട്ട് എങ്ങോട്ടാ പോണത്? നീ എവിടെ പോണേ? റൈറ്റിലേക്ക് പോയി. അല്ലെങ്കിൽ അന്ന് അവൻ സാൻഡ്രനെ ഒറ്റിക്കൊടുത്ത സ്ഥലം നമ്മള് പോയത്. ബെല്ലാരി ഗ്യാങ്സ് പോയാ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. CDയിലപ്പോ പോയി. നിങ്ങളിവിടെ ട്രഷർ ഹണ്ട് പേടി പോയിട്ടാണ് നമ്മള് വന്നത്. ആണോ? ആദ്യം പീഡിയിലാണ് പോയത്. വീടിനോട് ആരും ഇല്ല. പിന്നെ ഇത് സാൻഡ്രനെ ഒറ്റ കേസ് എന്തിനായിരുന്നത്? അത് മറ്റേ മീരേന്റെ കേസിൽ എന്താണ് ഒറ്റ? സ്നൈപ്പേ എന്റെ പൈസ 24 ബ്ലാക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതാണോടാ ബെല്ലാരി ഗ്യാങ്സ്? ഇതാണ് എല്ലാവരും ഇവിടെ അല്ല. വോട്ട് കഴിയാറ്. ക്ലൂ വേണ്ടി വരും. ഞാൻ ടിപ്പ് ചോദിക്കാം. അപ്പൊ ഈ പൈസ നിന്റെ അതിലല്ല, നിന്റെ കുറയ്ക്കും. എത്രയാണ്? അണ്ണാ 2 ദിവസം ഫുഡ് കഴിക്കാനുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ട്. തങ്കു ആന്ധ്ര സൗണ്ട് ഡ്രോൺ പറത്തിയത് ആരെങ്കിലും?
ടിപ്പ് ആ പറഞ്ഞോ. ഹലോ, ആ, ഞാൻ പറഞ്ഞോ. ജസ്റ്റ് എനിക്ക് ഇത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ 10 ലക്ഷം നിങ്ങൾ ഇപ്പൊ കളയണ്ട, കുറച്ചേരം കൂടി ആലോചിച്ചു. ഓൾഡ് ഈസ് ഗോൾഡ്. ഇപ്പൊ എന്തിനാണ് ഒന്നുകൂടി പറഞ്ഞേ? സ്പീക്കർ Old ഇടാ, is gold. സ്പീക്കർ ഇടാ. ഒന്നുകൂടി പറഞ്ഞു, ആദ്യം തൊട്ട് പറഞ്ഞു. 10 ലക്ഷം നിങ്ങൾ ഇപ്പൊ കളയണ്ട. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു ക്ലൂ, ഒരു ചെറിയൊരു ഒരു ടിപ്പ് കൂടി തരാം. അത് ഓൾഡ് ഈസ് ഗോൾഡ് ആണ്. ആ, ഇനി ഓക്കേ, അടുത്ത വട്ടം നിങ്ങൾ ടിപ്പ് വെച്ചാൽ മാത്രമേ 10 ലക്ഷം പോകത്തുള്ളൂ. ഓക്കേ, ശരി. ഓൾഡ് ഈസ് ഗോൾഡ്, അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓക്കെ. സ്നൈപ്പേ, എടാ പറയടാ സ്നൈപ്പേ. DC ഗ്യാങ്സ് മാത്രമല്ല ഗോൾഡ് ഈസ് ഗോൾഡ്. അവിടെ എന്തൊരു ഒറ്റില്ലാണെന്ന് ഇവ എവിടെയൊക്കെ ഒറ്റിട്ടുണ്ടാ ഇപ്പം. അന്ന് DC ഗ്യാങ്സിൽ മറ്റേ ഗ്യാങ് ഫണ്ട് കളക്ഷനിലെല്ലാം ഒറ്റിയിരിക്കും മറ്റേ ഇങ്ങനെ അവർക്കറിയാം അതൊക്കെ. എനിക്കറിഞ്ഞൂടാ. കുറച്ച് നാൾ മുമ്പ് സിറ്റിയിലെ ചാരല ഒറ്റിയാ കഴിവറി. ഇല്ലല്ലോ അണ്ണാ. പിന്നെ നീ അവിടെ പറ്റിയായിരുന്ന നിന്റെ നിന്റെ പേരിലത്തൊരു അലിഗേഷൻ വന്നില്ല, ഇവരാണ് കാരണം. അവസാനത്തെ ക്ലൂ എന്തായിരുന്നു? ഓൾഡ് ഈസ് ഗോൾഡ് എന്ന്. ഓൾഡ് ഈസ് ഗോൾഡ്. ഗോൾഡ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 916 എന്നൊക്കെ അതിന്റെ ഇടയിൽ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളായിരിക്കും അവിടെ. നീ ബാലിനെ വല്ല ഒറ്റിയതാണ്. അതിന് ഇവൻ ബാലനൊറ്റിയാണ്. 916 എന്ന് പറഞ്ഞതിനിപ്പോ എന്താണ് സ്ഥലവും ഹലോ? ബാലനൊറ്റി എവിടെയൊക്കെ ബാലനൊറ്റിട്ടുണ്ടാ? രാവിലെ വിളിക്കുന്നുണ്ടോ? പറഞ്ഞോ. സ്പീക്കർ കിട്ടോ? ആ, ഒരു 5 ലക്ഷത്തിന്റെ മിനി ക്ലൂ ഉണ്ട്, എടുക്കട്ടെ? എടുത്തോ. സ്നൈപ്പ് മാത്രമല്ല ചതിക്കുക, സ്നൈപ്പിനെയും ചതിക്കാം. ഓ അങ്ങനെ സൈപ്പിനെ ചതിക്കാം. ഓക്കെ, ശരി. ഓക്കെ. നിന്നെ ആരെങ്കിലും ചതിച്ചാ? ഈ ബുദ്ധിയൊന്നും ഇല്ലെന്നാ. ഞാൻ ഒരു കാര്യം പറയട്ടോ, വില്ലുമോനെ ഇപ്പൊ ആരും അടുത്ത് കളിക്കുന്നു കേട്ടോ. കുറെ നേരം റേഡിയോ കോൾ പറയുന്നുണ്ട്. റെല്ലോ വല്ല സീനുണ്ടാ? ഏതൊരു റെഡ് വണ്ടി പിന്നാലെ കുറെ നേരം കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് ഓടിച്ചു വിടാനാ. നോക്കിയിട്ട് അണ്ണാ അവന്റെ അടുത്ത് ശരിക്കും ടിപ്പ് വരണ. ഇവൻ എടാ ടിപ്പ് ഇത് ഇപ്പൊ അറിയാമോ സ്നൈപ്പേ? പുണ്ട പോയി. ആ പുണ്ട ആരൊക്കെ പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എടാ ഇവനെ പറ്റിച്ചാണ്. ഇവൻ പറ്റിച്ചെന്നല്ല, ഇവനെ ആരോ പറ്റിച്ചിട്ടുണ്ട്. ഇവനാരോ പൈസക്ക് വേണ്ടി ഒറ്റ കൊടുക്കാൻ നോക്കി. അതാര്? സ്നൈപ്പ് ഇടാ. ഇവൻ ഒറിജിനലൊക്കെ ഞാൻ പറയാൻ പോണ ടിപ്പ് ഇട്ടെ. ഇവൻ വരുന്നില്ല കാര്യമല്ലേ? അതെ ഇവന്റെ തന്നെ പോണില്ല. ഒറ്റ അർത്ഥം കാരണം തൊടിയില്ലേ ചുമ്മാ സമയം കളെ. ഇവനങ്ങ് ഡിക്കി ഇറക്കിട്ടോ. അവ ഇറങ്ങി. പറഞ്ഞോളൂ. എടാ കഴിവേറി ചവിട്ടും ഞാൻ നിന്നെ. ഞാൻ ഇങ്ങനെ ആലോചിക്കാണ്. നിന്നെ ആരോ ചതിച്ചിട്ടുണ്ടോന്ന്? അതാരെന്ന്? നിന്നെ ഒറ്റ ആരാണ്? അതവൻ അറിഞ്ഞൂടെന്നാണ് അവൻ പറഞ്ഞത്. അവൻ ഇങ്ങനെ ആലോചിച്ചു. അവരത് വിളിച്ചിട്ട് അവരടുത്ത് ചോദിക്കാം. ആ പൈസ പൊട്ടതാണല്ലേ? അതാ നിന്നെ ഒറ്റിയത് ആവാ. നീ ഒറ്റിയതാണോന്നില്ല, നിന്നെ ഒറ്റിയത് ആവാന്ന്. ഇതിനൊറ്റിയത് ഞാനല്ലേ. നിന്നെ എവിടെ ഒറ്റി? ഇവനെ എന്തേലൊക്കെ സിറ്റുവേഷൻ വരുമ്പോ ഇവനെ ഒറ്റണത് ഞാനാണ്. അപ്പൊ നീ നിന്റെ എവിടെ ഉള്ള സാധനം ആളെ വിളിക്കുന്നത്? മനസ്സിലാവുന്നില്ലേ? ഇവനെ ഒറ്റി നീയാണ്. അപ്പൊ വിളിക്കുന്നില്ലടാ. ഇറ്റാച്ചി അതൊന്നും കാക്കള് കാക്കേ അല്ല, എന്നെ ഒറ്റിയതാണെങ്കിൽ അണ്ണ മറ്റേ ദക്ഷയൊക്കെ എന്നെ ഒറ്റിയായിരുന്നു ടൈമില്. മറ്റേ ബാറിന്റെ അവിടെ വെച്ചിട്ട്. സൂര്യ ബാർ എനിക്കറിഞ്ഞൂടാ. അണ്ണാ മറ്റേ സിറ്റിയിലെ ബാർ. അതങ്ങ് താഴത്തെ സ്ട്രിപ്പ് ക്ലബ്ബാ. മേള എവിടെയാണ്ടാ അണ്ണ മറ്റേ സൂര്യ ബാർ എന്നൊക്കെ പറഞ്ഞ എനിക്കെങ്ങനെ അറിയാം? മറ്റേ അമ്പത്തൂരിന്റെ അവിടെ ഏതാണ് സൂര്യ ബാർ ഉള്ളത്? ഇവിടെ ഹലോ ഫുൾ ടിപ്പ് അങ്ങ് തരട്ടെ? 10 ലക്ഷം കുഴപ്പമില്ല. ഫുൾ 5ന്റെ ഇവിടെ 5 കൂടി ആഡ് ചെയ്ത് 10 എടുത്തോ. കുഴപ്പമില്ല. അങ്ങനല്ല 10. ഇനി വീണ്ടും 10. നമ്മള് ടിപ്പായിട്ടാണ്, നമ്മള് ഫുള്ളായിട്ട് ടിപ്പായിട്ടാണ് ചോദിച്ചത്. നമുക്ക് അത് ഒന്നും അറിയാമായിരുന്നല്ലോ. ഞങ്ങൾ നിങ്ങളെ പൈസ സേവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആദ്യം ഞങ്ങള് പറഞ്ഞത് ഓൾഡ് ഈസ് ഗോൾഡ്. അല്ല 5 എടുക്കുന്നതിന്റെ ശരി. ലാഭം പെൻചേതോ എന്നാ എടുത്തോ 10ക്ക് 10. സാൻഡി എയർഫീൽഡ്.
ഓക്കെ സ്റ്റൈപ്പിനോട് പഴയ കാര്യങ്ങൾ ഓർക്കാൻ പറഞ്ഞു. ആ ശരി ശരി അത് വെച്ച് ഞാൻ ചോദിച്ചോട്ടെ. എടാ സാൻഡി സാൻഡി എയർഫീൽഡിൽ നീ എന്തൊരു ചോദ്യങ്ങളാ അതിനൊക്കെ ഇട്ട് കിട്ടിയത്? അണ്ണ ഞാൻ എന്തിനു എനിക്ക് അറിഞ്ഞൂടാ. ഇത് അവരുടെ അടുത്ത് തന്നെ പോയി ചോദിക്കണം. അവനടുത്ത് അത് തന്നെ ഇവനറിയാത്ത എന്തൊരു ഇവനറിയാത്ത കാര്യം എന്താന്ന് ആരാണത്? അല്ല അത് അവൻ വരുമ്പോൾ അവിടെ പോയി ചോദിക്കും സാൻഡി എയർഫീൽഡ് പോകും. സാൻഡി എയർഫീൽഡിൽ എന്തൊരു ചതി എനിക്ക് കിട്ടിയത് നീ ചോദിക്കും, അവൻ തന്നെ ചോദിക്കാം. പിന്നെ ഇനി പണ്ട് മറ്റേ സാൻഡി മറ്റേ പ്ലെയിൻ ക്രാഷ് ആരും വിറ്റായിരുന്ന ബോഗിന് വല്ലോ അല്ലെ മറ്റേ ബോഗ് ആരെങ്കിലും ആരെങ്കിലും വിറ്റായിരുന്നു? അല്ല, ഇത് സാൻഡി വാറിലോ വാറിൽ ആരെങ്കിലും വിറ്റായിരുന്നാ? പിന്നെ ആറിൽ ഇവൻ വിൽക്കണത് സ്ഥിരമാണ്. ഇവനെ ആരെങ്കിലും വിറ്റാ? ഇവനെ അങ്ങനെ ആരും വിറ്റിട്ടില്ല, ഇവനെ വിൽക്കത്തുള്ളൂ. എന്നാ വിൽക്കണേ ഞാനാ. അതെല്ലാം വാറിൽ ഞാൻ വിൽക്കും, വാറുന്നില്ല. വണ്ടി കുടുങ്ങിയല്ലോടാ. എടാ, എന്നാലോ അതിന്റെ ആൻസർ പുല്ല് എന്താ? പേടിച്ചു വന്നു. അവിടെ ചവല നോക്ക്. ചാറ്റിൽ ഒരുത്തം പറയല്ലേ വില്ല് വേറെ സീൻ നിങ്ങള് വേറെ സീൻ. ഇവിടെ ബന്ധമില്ല, രണ്ട് യൂണിവേഴ്സ്. ഇവിടെ ബാലൻ പറഞ്ഞ ഡയലോഗ് ഹലോ ഹലോ, അതെ സംഭവം വേറൊന്നല്ല. പണ്ട് ബെല്ലാരി വേഴ്സസ് സിറ്റുവേഷനില് മൊത്തത്തിൽ സ്റ്റൈപ്പിന് പണ്ട് ബെല്ലാരി വേഴ്സസ് ടി വി ഫൺ സിറ്റുവേഷനില് സ്റ്റൈപ്പിന് ഒറ്റ അവിടെ ഇട്ടല്ലേ? ഓ അങ്ങനെ ഓക്കെ 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 ശരി ശരി. പറക്കണ പണ്ടത്തെ clue ആയിപ്പോയല്ലേ ഇത്? പിടിക്കാൻ പറ്റില്ല. സിറ്റുവേഷൻ അന്ന് ആസോണനൊക്കെ ഉണ്ടായിരുന്നു. ആ അല്ല ഫണ്ട് സിറ്റുവേഷൻ അന്ന് സ്നൈപ്പിൽ അവിടെ ഇട്ട് വിറ്റത്. അല്ല അത് എന്നെയാണ് ഒത്തിയത്. അത് എന്നെയാണ് ഒത്തിയത്. അത് ഇറ്റാച്ചിനാണ്. അവർക്ക് അത് ഇത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇത്ര നേരം നമ്മൾ ഇത് ചെയ്തോണ്ടിരുന്ന ഇങ്ങനെ അവര് വരുമ്പോ പറ, അവരുടെ അടുത്ത് പറ, അവരുടെ തന്നെ പറ, അവരുടെ തന്നെ പറ, അവരുടെ മിസ്റ്റേക്കാണ് പറ. അവർക്ക് എങ്ങനെ അറിയാത്? അവർക്കെല്ലാം അറിയാലോ, അവർക്കെല്ലാം അറിയുന്നവരാണ്. നമ്മൾ അറിയുന്നവരാണ്. ഇറ്റാച്ചിയാണ്, അത് ഞാനല്ല. അത് വരുമ്പോ പറ, അവിടെ അച്ഛനെ പറയാം. അറിയാം. ഹലോ ഹലോ ബ്രോ, ഒരു ചെറിയ അതെ ക്ലൂവിലൊരു തെറ്റുണ്ട്. അന്ന് നമ്മള് അവിടെ വെച്ച് ഒറ്റ ഇത് ചതിച്ചത് നമ്മള് ഇറ്റാച്ചിനെയാണ്, സ്നൈപ്പിനല്ല. അപ്പൊ അതിന്റെ 10 ലക്ഷം ഒരു 15 ലക്ഷം രൂപ വെറുതെ പോയി. നമ്മൾ അതൊന്നും പറയണേ അവരുടെ അടുത്ത്. അത് ബോസ് പറയും. അതന്നെ ഒന്ന് പറഞ്ഞാ നിങ്ങൾ അവരുടെ പറഞ്ഞിരുന്ന ഈ കാര്യം. ഓക്കെ, അടുത്ത ക്ലൂ പറയാം. എനിക്ക് ടി വിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. എല്ലാം അവിടെ നിന്നല്ലേ തുടങ്ങിയത്. ഓക്കെ 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 അതറിയാം. തുടങ്ങിയ സ്ഥലം മറ്റവനെ വിളിച്ചു പറഞ്ഞ ഇത് ഞാനെതിരെ അല്ല അതിപ്പോ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇവര് 2 ലക്ഷം 15 ലക്ഷം പോയില്ല. പറ അത് പറ. ഒരു 10 ലക്ഷം പോയി, നമ്മൾ അതൊഴിച്ച് ബാക്കിയൊന്നും പോയിട്ടില്ല. 10 ലക്ഷം സ്നൈപ്പിന്റെ കട്ട്. പിന്നെ ടൈപ്പിന് അറിയാത്ത കാര്യങ്ങള് ഇറ്റാച്ചിനെ നമ്മൾ ഒത്തിയിട്ട് ഓടി തോറുണ്ട ക്യൂ ഉണ്ടായില്ലെന്ന്. ആരാണ് ഒറ്റിയത്? നമ്മ എല്ലാരും കൂടി ഒത്തി, എല്ലാരും പിന്നെ എല്ലാരും കൂടെ എന്നെയാണ് ഒറ്റിയത്, മനസ്സിലായോ? അവനടിക്കാൻ പറഞ്ഞു. ഞാൻ ഒരുത്തനെ അടിക്കാൻ പോവാ, നിങ്ങൾ എന്റെ കൂടെ വന്നാ മതി എന്ന് പറഞ്ഞു. ഇവരാരും കൂടെ വന്നില്ല, ഇവര് തിരിഞ്ഞോടി. അതെന്നടാ നിന്റെ അടുത്തൊരു പണിയാണോ? എന്റെ അടുത്ത് പണിയൊന്നും ഇല്ലടാ, ജസ്റ്റ് ഒറ്റി എത്ര തന്നെ ഉള്ളു. അത് കറക്റ്റ് ആണ്. ബെല്ലാരി വേഴ്സസ് ടി വി സിറ്റുവേഷനിൽ ഒറ്റിയത് തന്നെയാണ്, സ്നൈപ്പിനെ അല്ല. സീനുണ്ടോ? ഗഡി ഫൈറ്റിലാണ്, ഗഡി നല്ല ഫൈറ്റില് വട്ടത്തെ അടിക്കാണ്. റേഡിയൊന്ന് പോകും ഗഡി. ലൊക്കേഷൻ എവിടെ എന്തെങ്കിലും പറയില്ലേ നമുക്ക്? പിന്നെ ചത്ത ബോഡി പോലും റേഡിയോ കൂടെ പറഞ്ഞേ. സംസാരിക്കാം. പക്ഷെ ഇത് വല്ലാത്തൊരു ക്ലൂ ആയിപ്പോടെ. ബെല്ലാരി വേഴ്സസ് ടി വി നമ്മളിപ്പോ ഇറ്റാച്ചിയുടെ ഇതായിരുന്നെങ്കിൽ പോലും നമ്മൾ ആലോചിക്കത്തില്ലായിരുന്നോ? അതിൽ പിടിച്ചില്ല.
സ്ഥലം വിട്ടോ അഭിനയ അത്രേ ഉള്ളൂ. ഏതാ? എനിക്കറിയത്തില്ല ധാരാണോ ഹലോ അവ എവിടെ വെച്ച് ആ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ഇതുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലൂവിൽ ഒരു തെറ്റുണ്ടായിരുന്നു ഇറ്റാച്ചി ആയിരുന്നു വണ്ടി ആണോ ബോസിന്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ബ്രോ തെറ്റായിരുന്നു ബ്രോ. സ്നൈപ്പർ അല്ല. തെറ്റായിരുന്നു അത് റീഫണ്ട് വേണം. റീഫണ്ട് വേണം അതൊന്ന് പറയണം കേട്ടോ അത് ഒരു മിനിറ്റ് ബോസ് ഇവിടെ ഒന്ന് ഇവനല്ലേ ബോസ്? ഇല്ല. ഗഡി അവിടെ വൺ വീട്ട് തന്നെയാണ് മൊത്തത്തിൽ അതൊക്കെ സത്യ. ഡിമരണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ബോസ് പറഞ്ഞത് സ്നൈപ്പിനെ ഇറ്റാച്ച് ആണ് ചെയ്തത്. അല്ലല്ല അങ്ങനെയല്ല അല്ല ഓക്കെ ബോസിനെ തെറ്റിയതായിരിക്കും. അതായത് അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും കൂടെ എന്നെയാണ് ഒറ്റിയത്. ഞാൻ പറഞ്ഞ് ഞാൻ റേഡിയോയിൽ കോൾ കൊടുത്തു. ഞാൻ പോയിട്ട് അവരെ പോയി ഇടിച്ചിട്ട് വരാം, കൊന്നോ നിങ്ങൾ എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ഞാൻ പോയി ഇടിച്ചിട്ട് തിരിച്ചു നോക്കുമ്പോഴേക്കും എല്ലാരും തിരിഞ്ഞു ഓടി. എനിക്കറിയത്തില്ല ആരാണാവോ സ്നൈപ്പ് അല്ലായിരുന്നു, അവിടെ എല്ലാരും ഉണ്ട്. അതായത് കൺഫേം ആക്കിയത്. അപ്പൊ അടുത്ത ക്ലൂ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അടുത്ത പറഞ്ഞത് ഒരു കാർ ചന്ദ്രന് പോയി. കത്തിയ ഹലോ. ഇല്ല ചോദിക്കാൻ പോയിക്കെ ബോസുമായിട്ട് സംസാരിക്കാൻ പറ്റും. ലൈക്ക് അടിക്കാതൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേ. ഒരു ഗോൾ ഇട്ടിട്ട് തീരെ ഇത്രയും പാടാ. എന്തിനാണ് നമ്മള് ഫൈനൽ ക്ലൂ ആണേ. ആ ഓക്കെ പുലിപ്രഭാകരൻ. പുലിപ്രഭാകരനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? പ്രഭാകരൻ പുലിപ്രഭാകരൻ ആരാണ്? ആ അണ്ണാ പണ്ട് ഡിജെ പുഷ്പ കാട്ടിക്കോട്ടിച്ചാലോ. ഇനി KKV വേണം. ടൈഗർ ടൈഗർ കാ ഹുക്കും. ടൈഗർ കാ ഹുക്കും എന്റെ എവിടേക്കാണ്? നാനടിച്ച താങ്ങോട്ട് പാട്ട് വരുന്നില്ലല്ലോ. പുലിപ്രഭാകരൻ എന്ന് പറഞ്ഞ ആരെങ്കിലും അറിയാമോടെ? ഇല്ല ടൈഗർ പ്രഭാകരൻ. ടൈഗർ പ്രഭാകരൻ എന്ന് പ്രഭാകരൻ എന്ന് പറയണ KKB മാത്രമേ ഉള്ളൂ. KKV മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ ബാക്കിലോട്ടല്ലേ? കടുവ കുന്നൻ ബ്രദേഴ്സ്. കടുവ പുലി. പുലിപ്രഭാകരൻ എന്ന് ആരാണ്? പുലിപ്രഭാകരൻ ആരെല്ലാം അറിയാമോ? ലാസ്റ്റ് ക്ലൂ ആണ് കേട്ടാ. പൈസ കിട്ടി 50 കോടിയാണ്. 1 കോടി മാക്സിമം അറിയാല. ഒരു കോടിയാ? 1 കോടിയല്ലല്ലോ, 10 കോടിയല്ലേ? ഹലോ ഹലോ ബോസിന്റെ കാര്യം പറയാൻ പറഞ്ഞു. ഇതില് ടിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ വരും. അത് ഇതിൽ ടെപ്പ് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ വരും. ഒരു ക്ലൂ കൂടി എക്സ്ട്രാ വരും. അല്ലെങ്കിൽ ഇവിടുത്തെ കണ്ടുപിടിച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ KKBന്റെ ഗ്യാങ്സ് എവിടെയാണ്? നോക്ക് മാപ്പ്. ഗ്യാങ്സ് ഒന്നും ഇല്ല. ഇവിടെ നീ പാലം കഴിഞ്ഞു അവനെ പിടിക്കാൻ വരുന്നടാ. ഒന്നും ഇല്ലല്ലോ പറയാൻ പോലെ. എന്നാലും ആരും മിക്ക സ്ഥലത്തായിരിക്കും. കൂമ്പിയടാ അവന് വണ്ടിക്ക് കഴിയില്ല. ടഫായി പോയി കേട്ടോ. ഒരു ഇതിനിട്ട് ക്ലൂ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു KKB ഒന്നും അല്ല അണ്ണാ, വേറെ എന്തിനാണ്? ഇവിടെ ആയിരുന്നു ഗ്യാങ്സ് ഉണ്ടായിരുന്നു. ഹലോ അതെ ബോസ് ആ ക്ലൂ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. ചില അജ്ഞാത ശക്തികളുടെ ഇടപെടൽ ഉണ്ടെന്ന് ബോസിന് വ്യക്തമായത്. ഇപ്പൊ അടുത്ത ക്ലൂ ഇപ്പൊ വിളിച്ചു പറയാവേ. ഓടി എന്താ പറ്റിയേ? അതിന്റെ അകത്ത് അജ്ഞാത ഇടപെടലുകൾ ഉണ്ട്. അതുകൊണ്ട് ആ ക്ലൂ മാറ്റിയെന്ന്. അപ്പൊ KKB തന്നെയായിരുന്നു, ഗ്യാങ്സ് ആയിരുന്നു. അല്ല ചാറ്റിലൊരു ആരെങ്കിലും എന്റെ ഉത്തരം പറഞ്ഞല്ലോ വെച്ചിട്ടാണോ വിചാരിച്ചതാണ്. നോക്കിയാണ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവും. ഇവിടെ പുലിപ്രഭാകരൻ റാങ്ക് എന്ന് പറയണം. പുലി ടൈഗർ പ്രഭാകരൻ റാങ്ക്. എടാ പുലി എന്ന് പറഞ്ഞ മറ്റേ തമിഴ്നാട് പുലിയില്ലേ, മറ്റേ കായപ്പറയൊക്കെ പുലികളില്ലേ. അപ്പൊ താഴെല്ലാം സൂര്യൻ കിട്ടിയടാ. അപ്പൊ അതുപോലെ ഇവിടെ കായല് താഴെ. അതാണ് ഉദ്ദേശിച്ചത്. അത് ചാറ്റിൽ കുറെ എണ്ണം വന്നിട്ട് പറഞ്ഞു. അതാണ് സംഭവം. ഇത്രയൊക്കെ 50 കോടി ഇപ്പൊ കിട്ടൂലടാ. അണ്ണാ എങ്ങനെ
10 കോടി കിട്ടിയില്ല അണ്ണാ എന്റെ ആ, 10 കയ്യില്. കോടി. സാരക്കണ്ണ 10 കോടി ഒരു നമുക്ക് വണ്ടി ഇല്ല അണ്ണാ, ഒരു വണ്ടി വാങ്ങണം. അണ്ണാ എനിക്ക് വണ്ടി വേണോടാ. ഞാൻ ആ 10 കോടി എന്റെ ഗാങ് ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. സെറ്റ്. ഓക്കെ ഞാനും നമുക്ക് അതിനാണ് വണ്ടിയൊക്കെ നമ്മൾ തൊഴിലുറപ്പിന് പോയി നമ്മൾ ഗാങ് ഫണ്ട് സെറ്റ് ആക്കും. ഒരു 5 വർഷം 5 ട്രഷറാണ് ഉണ്ടായിരുന്നത്. അതെ അതെ ഒന്നും പറയണമെന്നില്ല ഈ ട്രഷറായിട്ട്. ഇത് പക്ഷെ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ നല്ല ടൈം എടുത്തു, 3 മണി. സത്യം എത്ര നേരം എടുത്തെന്ന് അറിയാമോ ട്രഷർ ആണ്ട് തുടങ്ങിയിട്ട് 2 മണിക്കൂറായിട്ട് നമ്മൾ എന്ത് പറയുന്നു. ബ്ലൂ അടിപൊളിയായപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി. ആദ്യം ഇതായ പക്ഷെ പിന്നെ സെറ്റ് ആയിരുന്നു. ഞാൻ ആ SNG ഓണായി. അയ്യോ, 5 CR കടം തരാൻ പറ്റിയ ആൾ നമ്പർ ഡ്രോപ്പ് ചെയ്യും. സൈപ്പാണ് ഇതിന്റെ അറിവില്ല പറ്റിയ ആൾ, അവനെ പറ്റിക്കും. നടക്കുന്നേ വില്ലുല്ലേ നീയാണോ വില്ലു പോണത്? നന്നടിച്ചാ താങ്ക മറ്റേ കുറച്ച് 4 delay മാസം ആയിരുന്നു, തൂങ്ക മറ്റേ മറ്റേ. ഉണ്ടായിരുന്നല്ലേ? എന്താ ഇങ്ങോട്ടൊക്കെ ഒരു കാരണം ഒരു തെരച്ചിൽ സംസാരം ഇല്ലാതെ. കാറ്റുള്ള ഇറങ്ങിയാണോ? ഇല്ലണ്ണാ വെച്ചടിച്ച ആ വില്ലുവിനെ അൺലോക്കി അപ്പിയണം അപ്പീത പറക്കോ അൺലോക്കി അപ്പൊ ഇതാ പറക്കുന്നാ ചിറകുണ്ടോ അതിനകത്ത്?